ഉച്ചഭക്ഷണത്തിന് വിദ്യാലയത്തിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂളിന് ചുറ്റും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു മനോഹര കാഴ്ച. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ജൈവവളമാക്കി മാറ്റിയാണ് ആ കൃഷിയെ അവർ പരിപാലിക്കുന്നത്. പുളിക്കൽ AM-LP സ്കൂളിലെ പച്ചപ്പിന്റെ കഥ കാണാം. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൃഷി ലഹരിയായി കൊണ്ടു നടക്കുന്ന കുട്ടികളും അധ്യാപകരും. മുരിങ്ങ, പപ്പായ, വെണ്ട, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് തുടങ്ങി പല പച്ചക്കറികളും പടർന്നു പന്തലിച്ചു നിൽക്കുന്നതിന് പിന്നിൽ കൃഷിയോടും മണ്ണിനോടുമുള്ള അവരുടെ ലഹരിയാണ്. മലപ്പുറം പുളിക്കൽ AM-LP സ്കൂളിലാണ് വേറിട്ട രീതിയിൽ കൃഷി നടക്കുന്നത്. LP സ്കൂളാണ്. ഏകദേശം 600-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വളരെ കുറവാണെങ്കിലും ആ ഉള്ള സൗകര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഈ വിദ്യാലയത്തെ ഒരു ഹരിതാപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട പച്ചക്കറികളിൽ ഒട്ടുമിക്കവാറും ഇനങ്ങൾ ഞങ്ങൾ തന്നെ ഇവിടെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും തീർത്തും ജൈവികമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ പപ്പായ, മുരിങ്ങ, വെണ്ട, തക്കാളി, പച്ചമുളക്, കോളിഫ്ലവർ, കാബേജ്, വഴുതിന എന്നുവേണ്ട ഒരു വിധത്തിൽപ്പെട്ട എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഇവിടെ വിജയകരമായി കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റ് ഒരു വിദ്യാലയങ്ങളും ചെയ്യാത്ത വിധത്തിലുള്ള ജൈവ മാലിന്യ സംസ്കരണം, അതായത് നമ്മൾ അടുക്കള വേസ്റ്റ് പിന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജൈവവളം നിർമ്മിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് നൽകുന്ന കോഴിമുട്ടയുടെ തോട് അത് നമ്മൾ ഉണക്കി പൊടിച്ച് അത് ചെടികൾക്ക് വളമായി നൽകുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 100ഓളം കോഴികളെ വിദ്യാലയത്തിൽ വളർത്തിയിരുന്നു. ജൈവാവശിഷ്ടങ്ങൾ, അതായത് ഉച്ചഭക്ഷണാവശിഷ്ടം മാത്രം നൽകിക്കൊണ്ടാണ് അവയെ വളർത്തിയിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തു. അതും വലിയ വിജയമായി തീർന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം അക്വാപോണിക്സ് അഥവാ ഹൈഡ്രോപോണിക്സ് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിലെ വയൽക്കിളികൾ എന്ന ഹരിത ക്ലബ്ബാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നെൽകൃഷി, കോഴിക്കൃഷി, കുൺകൃഷി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാലയത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളിൽ വലിയൊരു ഭാഗം കണ്ടെത്താൻ ഈ കൃഷിയിലൂടെ വിദ്യാലയത്തിന് സാധിക്കുന്നുണ്ട്. വിളകൾ 2 നേരവും നനയ്ക്കുന്നതും വളപ്രയോഗം നടത്തുന്നതും കുട്ടികൾ തന്നെയാണ്. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി പ്രധാനാധ്യാപകൻ C. ബൈജു കൂടെയുണ്ട്. അവധി ദിവസങ്ങളിൽ നനയ്ക്കാനും കൃഷി പരിപാലനത്തിനും പ്രധാനാധ്യാപകൻ സ്കൂളിലെത്തും. വിളകൾക്കെല്ലാം ജൈവവളവും ജൈവ കീടനാശിനിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വിദ്യാലയത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി. കുട്ടികൾക്ക് ആഴ്ചതോറും നൽകുന്ന കോഴിമുട്ടയുടെ തോട് ശേഖരിച്ച് അത് ഉണക്കി പൊടിച്ച പച്ചക്കറികൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളും വിദ്യാലയം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. വയനാട്ടിലെ മുണ്ടക്കൈ, ചുരൽമല പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി വിദ്യാലയം ഒരു പൈസ ചലഞ്ച് സംഘടിപ്പിക്കുകയും 2,25,000 രൂപയോളം ശേഖരിക്കുകയും ശേഖരിച്ച ഫണ്ട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു. വിവിധ ചികിത്സാ സഹായ നിധിയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും വിദ്യാലയം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. പുളിക്കൽ പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയ പദവിയും പുളിക്കൽ AM-LP സ്കൂൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് പന്തലിച്ച കംബോഡിയൻ മുന്തിരിവള്ളി കായ്ക്കുന്നതും കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. എയർ1 ന്യൂസ്, പുളിക്കൽ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.